നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുകൾ. അതുപോലെ കാലുകളിലേക്ക് ബലക്കുറവ് അമിതമായിട്ട് വരുന്നു, ശരിയായ രീതിയിൽ രക്തയോട്ടം നടക്കുന്നില്ല, രാവിലെ ഒന്നും വലിയ കുഴപ്പമില്ല, പക്ഷെ ഉച്ച കഴിയുന്ന സമയത്ത് അല്ല വൈകുന്നേര സമയത്ത് കാലുകളിൽ നീര് അമിതമായിട്ട് വരുന്നു, ഉപ്പൂറ്റി നിലത്ത് കുത്തുന്ന സമയത്ത് തന്നെ ചുട്ടുനീറ്റലിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സ്പോഞ്ചിന് ചവിട്ടിയ പോലെ തോന്നുക, ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിൽ അടുക്കളയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില ആയുർവേദ തരത്തിലുള്ള ഒറ്റമൂലികൾ എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ അത് പാനീയമായിട്ടുള്ള രീതിയിലും പുറമെ നമുക്ക് കാല് ചില വെള്ളത്തിൽ അല്ലെങ്കിൽ നമുക്ക് ചില ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെക്കുന്നതിലൂടെയും ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ കുറഞ്ഞു കിട്ടാനായിട്ട്, ഈ ഞരമ്പ് തടിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു കിട്ടാനായിട്ടും സഹായകരമാകുന്നതാണ്. അതുപോലെ തന്നെ ആയുർവേദത്തിലുള്ള ചില തൈലങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഏതൊക്കെയാണ് ഇവ എന്നുള്ളതൊക്കെ തന്നെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കൂടി കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കൂടുതൽ ആൾക്കാരും ബുദ്ധിമുട്ടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെയാണ്. ബലക്കുറവ് വരികയും ആ ഭാഗത്ത് വേദനകൾ, ഞരമ്പൊക്കെ തടിച്ചിട്ടുള്ള നിൽക്കുക, അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ തന്നെ അമിതമായിട്ട് വേദനകളൊക്കെ അനുഭവപ്പെടാം. ഇത് ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ്. കാരണം നമ്മളൊരു ഭാഗത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിന് കൂടുതൽ സമയമായിട്ടുള്ള രീതിയിൽ കാലിൽ ഒരു തരത്തിലുള്ള മൂവ്മെന്റ്സും ഇല്ലാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാറുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തൈലം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പറയാം. ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബലയാണ്, അതായത് കുറുന്തോട്ടി നമുക്ക് ആവശ്യമുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അശ്വഗന്ധയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അശ്വഗന്ധയാണെന്നുണ്ടെങ്കിലും കുറുന്തോട്ടിയാണെന്നുണ്ടെങ്കിലും ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും അതുപോലെ രക്തയോട്ടം ശരിയായ രീതിയിൽ നടത്താൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. അപ്പോൾ കുറുന്തോട്ടി നമ്മൾ ഏകദേശം ഒരു 100 ഗ്രാം അളവായിട്ടുള്ള കുറുന്തോട്ടിയാണ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ അശ്വഗന്ധ എടുക്കേണ്ടതും 100 ഗ്രാം ആയിട്ടുള്ള അളവായിട്ടുള്ള അശ്വഗന്ധയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് നമ്മൾ അങ്ങാടി കടകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് റോ ആയിട്ടുള്ള രീതിയിൽ കിട്ടുന്നതാണ്. ചതച്ചിട്ട് നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് ഏകദേശം ഒരു 3-3.5 ഗ്ലാസ് അളവായിട്ടുള്ള വെള്ളത്തിനകത്തേക്ക് ഈ ഒരു മിശ്രിതം നമ്മൾ ചേർക്കുക. അശ്വഗന്ധയും ബലയും കൂടെ ചേർന്നിട്ടുള്ള മിശ്രിതം നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിക്കുക എന്നുള്ളതാണ്. ഏകദേശം ഒരു 1/2 ഗ്ലാസ്സിന് താഴെയായിട്ടുള്ള അളവ് വരെ നമ്മളത് വറ്റിച്ചെടുക്കേണ്ടതാണ്. വറ്റിച്ചെടുത്ത് ഇത് അരിച്ചെടുത്ത് കിട്ടുന്ന ആ ഒരു ചേരുവ, ആ അരിച്ചെടുത്ത് കിട്ടുന്ന പാനീയം എന്ന് പറയുന്നത് ഏകദേശം 250 ml ആയിട്ടുള്ള തിലതൈലത്തിൽ, അതായത് എള്ളെണ്ണയിൽ നമ്മൾ ഇത് ഒഴിക്കേണ്ടതാണ്. എള്ളെണ്ണ ചൂടാക്കിയിട്ട് അത് ഒഴിച്ച് ഇത് നല്ല രീതിയിൽ നമുക്ക് ഈ വെള്ളവും കാര്യങ്ങളും ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും ഈ ഒരു തൈലത്തിൽ നിന്ന് അകലുന്നത് വരെ നമ്മളിത് ചെറുതായിട്ട് ചൂടാക്കുക എന്നുള്ളതാണ്. ഒരുപാട് കത്തിച്ച് നമ്മൾ ഒരുപാട് സമയം നമ്മൾ വല്ലാണ്ട് തിളപ്പിക്കരുത്. ചെറിയ തീയിൽ വെച്ചുകൊണ്ട് ഇത് ചൂടാക്കി എടുക്കേണ്ടതാണ്. അങ്ങനെ ഇതിൻ്റെ വെള്ളമൊക്കെ തന്നെ വറ്റിയതിന് ശേഷം വേണം ഈ ഒരു തൈലം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് ചെറു ചൂടോട് കൂടിയിട്ട്, അതായത് ഓരോ തവണ നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ തൈലം ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേദനയുള്ള ഭാഗത്ത്, പ്രത്യേകിച്ച് നമ്മുടെ സിരകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ആ ഞരമ്പുകളിലൊക്കെ തന്നെ വേദനയുള്ള ഭാഗത്ത് പുരട്ടി, ചെറിയ രീതിയിൽ വേണം പുരട്ടാൻ വേണ്ടി. ഒരുപാട് ഹാർഡായിട്ടുള്ള മസാജ് ഒന്നും വെരിക്കോസ് വെയിൻ ഉള്ളവർക്ക് ഒരിക്കലും അത് ചെയ്യരുത്. ചെറിയ രീതിയിലുള്ള മസാജുകൾ മാത്രമാണ് ചെയ്യേണ്ടത്, അതും താഴേന്ന് മുകളിലേക്കുള്ള രീതിയിൽ. കാരണം രക്തം എന്ന് പറയുന്നത് നമ്മുടെ അശുദ്ധ രക്തങ്ങളൊക്കെ തന്നെ ഹൃദയത്തിലേക്ക് പമ്പ് ചെയ്യുന്ന വെയിനാണ് അവിടെ വരുന്നത്. ഇതിനൊരു തടസ്സം വരുന്ന സമയത്ത്, ഈ വാൾവുകളിൽ ഒരു തടസ്സം വരുന്ന സമയത്താണ് ഈ രക്തമൊക്കെ തന്നെ അവിടെ കട്ട പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ടും ഇത് നമുക്ക് ഞരമ്പ് വീർത്ത് വരാൻ വേണ്ടിയിട്ടും ഞരമ്പ് പിടഞ്ഞു വരാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ കാരണമാവുന്നത്. ഇത് മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ താഴേന്ന് മുകളിലേക്കുള്ള രീതിയിലുള്ള മസാജ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതും ചെറു ചൂടോട് കൂടിയിട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഒരു എണ്ണ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആയുർവേദത്തിൽ ഇതിന് ബലാശ്വഗന്ധ തൈലമുണ്ട്. അപ്പോൾ ബലാശ്വഗന്ധാദി തൈലം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ചിഞ്ചാതി തൈലം ഇതിന് വേണ്ടിയിട്ട്, ഈ ഒരു വെരിക്കോസ് വെയിന് വേണ്ടിയിട്ട് മാത്രം ചിഞ്ചാതി തൈലം നമുക്ക് ഉപയോഗിക്കുന്നത് ഗുണകരമാണ്. അപ്പോൾ അത് ചുട്ടുപൊച്ചിൻ്റെ പ്രശ്നങ്ങളും വേദനകൾ കുറയ്ക്കാനും ഒക്കെ തന്നെ സഹായകരമാകുന്നതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് സഹചരാതി തൈലമാണ്. ഈ സഹചരാതി തൈലമാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞിട്ടുള്ള ചുട്ടുപൊകച്ചിലും വേദനയും കാലുകൾക്കൊക്കെ ഭാരം അമിതമായിട്ട് തോന്നാറുണ്ട്. ഈ ഒരു ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞിട്ടുള്ള തൈലങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഇതുപോലെ താഴേന്ന് മുകളിലേക്കുള്ള രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ്. ഇനി മറ്റൊന്ന്
മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ഈ ബലക്കുറവും ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റാൻ ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നമുക്ക് രാവിലെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാനീയത്തിനെ പരിചയപ്പെടുത്താം. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചുരങ്ങ അഥവാ ചുരക്ക എന്ന് പറയാറുണ്ട്. അപ്പോൾ പല നാടുകളിലും വ്യത്യസ്ത രീതികളിലാണ് അറിയപ്പെടുന്നത്. ധാരാളം വിറ്റമിൻസുകളും അതിനൊപ്പം തന്നെ ധാരാളം വെള്ളവും ഫൈബറും പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ചുരങ്ങയിലുള്ളത്. പ്രത്യേകിച്ച് യൂറിക് ആസിഡ് കണ്ടീഷൻസ് ഉള്ളവർക്ക്, കാലുകളിലേക്കുള്ള രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കുന്നില്ല, പലതരത്തിലുള്ള ഇഷ്യൂസുകൾക്ക് വേണ്ടിയിട്ടും നമുക്ക് വേദനകൾക്ക്, ആർത്രൈറ്റിസ് കണ്ടീഷൻസിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഗുണകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുന്നത് ഇതിന്റെ ജ്യൂസ് ആയിട്ടുള്ള ഫോമാണ് നമ്മൾ എടുക്കേണ്ടത്. എപ്പോഴും നമ്മൾ ചുരങ്ങ അഥവാ ചുരക്ക എടുക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള ചുരങ്ങ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് അതിന്റെ ശരിയായിട്ടുള്ള അളവിലുള്ള എല്ലാ പ്രോട്ടീൻസും മിനറൽസും നമുക്ക് കിട്ടാൻ സഹായിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ചുരങ്ങ എടുക്കുക. ഇതിനകത്തേക്ക് ചില ചേരുവകൾ കൂടിയിട്ട് ചേർക്കാനുണ്ട്. അതായത് നമുക്ക് ആന്റി ഓക്സിഡന്റുകളും നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ ഞരമ്പുകളിലെ ബലക്കുറവൊക്കെ അകറ്റാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് 6 or 7 തുളസി ഇലയാണ് ആവശ്യമായിട്ടുള്ളത്. തുളസി ഇല എടുക്കേണ്ടതാണ്. അതേ അളവുകളിൽ തന്നെ പുതിന ഇലയും നമുക്ക് ചേർക്കേണ്ടതാണ്. കൂടെ തന്നെ ഒരു 5 കുരുമുളക് കൂടി ചേർക്കണം. കാരണം ഇതിന്റെ എല്ലാത്തിന്റെ പോഷക ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇത് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഒരു കുരുമുളകാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവയെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റില് ഒരു ജ്യൂസ് ആയിട്ടുള്ള രീതിയിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എല്ലാം മുറിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ജ്യൂസ് ആയിട്ട് അരിച്ചെടുത്തതിന് ശേഷം ഇത് കുടിക്കുന്നത് ഏറെ ഗുണപ്രദമാണ്. ഇതൊന്നുമില്ല, നിങ്ങൾക്ക് കുരുമുളക് ഉപയോഗിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ പുതിനയില കിട്ടുന്നില്ല, തുളസിയില കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചുരങ്ങ മാത്രമായിട്ട് നിങ്ങൾക്ക് ജ്യൂസ് ആയിട്ട് കുടിക്കുന്നതും ഗുണകരമാണ്. മിനിമം ഒരു മാസമെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നല്ല വ്യത്യാസങ്ങൾ മനസ്സിലാകുന്നത്. 1 തൊട്ട് 3 മാസം വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ പറ്റുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അസിഡിക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുരുമുളകിന്റെ എണ്ണം കുറയ്ക്കുക. രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ഒഴിവാക്കിയതിന് ശേഷം 11 മണി സമയം അല്ലെങ്കിൽ 4 മണി സമയത്തോ കുടിക്കാൻ കഴിയുന്നതാണ്. നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന സമയമായിരിക്കും 11 മണി സമയം അല്ലെങ്കിൽ 4 മണി സമയം. ഈ ഒരു സമയത്ത് കുടിക്കുന്നതും ഏറെ ഗുണകരമാണ്. ഇനി അടുത്തത് കാലുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടുക, അതുപോലെ ചുട്ടുപൊകച്ചിന്റെ പ്രശ്നങ്ങൾ വരിക, ഈ ഒരു വെരിക്കോസ് വെയിന്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്നെ ഉണ്ടാവുന്ന കട്ടുകഴപ്പ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ കാല് നമ്മൾ ചില ചേരുവകളൊക്കെ ചേർത്തിട്ടുള്ള ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെക്കുന്നതും ഏറെ ഗുണപ്രദമാണ്. അതിന് ആവശ്യമായിട്ടുള്ളത് പച്ചമഞ്ഞൾ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ്. നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലും ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇതിൽ നിന്നും ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ നീരും അതുപോലെ ആ ഒരു മിശ്രിതവും കൂടിയിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിനകത്തേക്ക് ഇടാവുന്നതാണ്. ചൂടുവെള്ളം തിളപ്പിക്കുന്ന സമയത്തേക്കാണ് വെള്ളത്തിനകത്തേക്ക് ഇടുക. അതിനൊപ്പം തന്നെ ചേർക്കേണ്ടത് മുരിങ്ങയില കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പിടി അളവായിട്ടുള്ള മുരിങ്ങയിലയും കൂടെ ചേർക്കുക. ഒപ്പം തന്നെ ഒരു പിടി അളവായിട്ടുള്ള കല്ലുപ്പും കൂടി ചേർക്കാവുന്നതാണ്. ഇത്രയും ചേർത്തതിന് ശേഷം ഇത് നന്നായി തിളച്ചിട്ട് ഇത് ചെറു ചൂടോട് കൂടിയിട്ട് നമുക്ക് കാല് മുക്കി വെക്കേണ്ടതാണ്. ഒരിക്കലും കാല് പൊള്ളിക്കരുത്. നമുക്ക് സഹിക്കാൻ കഴിയുന്ന ചെറു ചൂടോട് കൂടിയിട്ട് കാല് മുക്കി വെക്കേണ്ടതാണ്. വളരെ ഫലപ്രദമായിട്ടുള്ള, പ്രത്യേകിച്ച് നമുക്ക് ആ ഒരു വേദനകൾ മാറാനും നമുക്ക് ആ ഒരു ഭാഗത്തേക്കുള്ള രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാനും ഞരമ്പുകൾ തുറക്കാനും ഒക്കെ തന്നെ വളരെ ഗുണവത്തായിട്ടുള്ള ഒരു രീതിയാണ്. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ദിവസവും നമ്മൾ ചെയ്യണം എന്നില്ല. ആഴ്ചയിൽ ഒരു 3-4 തവണ മാത്രമാണ് ചെയ്യേണ്ടത്. അതും 5 തൊട്ട് 10 മിനിറ്റ് വരെ മാത്രമാണ് നമ്മൾ ഇതുപോലെ കാല് മുക്കി വെക്കേണ്ടത്. ഇങ്ങനെ കാല് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് നന്നായി തുടച്ചതിന് ശേഷം ഈ ഒരു തൈലം നമുക്ക് പുരട്ടുന്നത് ആ ഒരു സമയത്ത് പുരട്ടുന്നതും ഗുണപ്രദമാണ് കേട്ടോ. അപ്പൊ ഒന്നെങ്കിൽ പിണ്ടതൈലം ഉപയോഗിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ചിഞ്ചാതി തൈലം ഉപയോഗിക്കാം, കൊട്ടൻ ചുക്കാതി തൈലം ഉപയോഗിക്കാം, അല്ലെങ്കിൽ സഹചരാതി തൈലം ഉപയോഗിക്കാം. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നത് ഏതാണ് നിങ്ങൾക്ക് എളുപ്പം അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അവ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തൈലങ്ങളിൽ ഏതെങ്കിലും തൈലവും ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാര്യം എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ വരാതിരിക്കാനും കാലുകൾക്ക് ബലം കൂട്ടാൻ നമ്മളെ സഹായിക്കുന്നത് എക്സസൈസുകൾ തന്നെയാണ്. നമുക്ക് വീട്ടിൽ ഏറ്റവും എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 എക്സസൈസുകളാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് കാഫ് സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ്. ഈ ഒരു എക്സസൈസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരാളെ പിടിച്ചുകൊണ്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ജനലിൽ സപ്പോർട്ട് ചെയ്തിട്ട് ചുമരിൽ നിന്നുകൊണ്ടൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ജനൽ കമ്പിയിൽ പിടിച്ചതിന് ശേഷം നമ്മൾ ഉപ്പൂറ്റിയുടെ പുറം ഭാഗം മാത്രമായിട്ട് മുകളിലേക്ക് ഉയരുക. നമ്മൾ ശരീരം മുഴുവനായിട്ട് മുകളിലേക്ക് ഉയരുക, എന്നിട്ട് നേരെ താഴെ സെയിം പൊസിഷനിലേക്ക് വരിക എന്നുള്ളതാണ്. ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇങ്ങനെ കാഫ് മസിൽ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസ് നിങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഇത് ഒരു 40 തവണയെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പൊ 40 തവണ നിങ്ങൾക്ക് ആദ്യത്തെ ദിവസം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു 10 തൊട്ട് 20 തവണ ചെയ്യുക. പിന്നെ 40 തവണയാക്കുക. എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രയും തവണ കൂട്ടിയിട്ട് ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയത്തായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും റെസ്റ്റ് കിട്ടുന്ന സമയത്ത് ചെയ്യാം. ഇത് ഒരുപാട് സമയം നിൽക്കുന്ന ആൾക്കാർ, ഒരുപാട് സമയം ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ബ്രേക്ക് ടൈംസിൽ ഇതുപോലെ ചുമരിൽ പിടിച്ചിട്ടോ ജനലിൽ പിടിച്ചിട്ടോ ഈ കാഫ് റൈസിങ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു രക്തം അടിഞ്ഞുകൂടുന്ന പ്രശ്നങ്ങൾ കുറയാൻ വേണ്ടിയിട്ടും അതുപോലെ ശരിയായ രീതിയിൽ രക്തോട്ടം നടത്താൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. മറ്റൊന്നെന്ന് പറഞ്ഞത് ഇത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയറിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം. ഒരുപാട് സമയം ഇരുന്നിട്ട് ജോലി ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ കാലൊന്ന് ചെറുതായിട്ട് കറക്കി കൊടുക്കുക. ഈ ഒരു ഉപ്പൂറ്റിയുടെ ഭാഗം ഒന്ന് കറക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് രക്തോട്ടം ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്നതിലൂടെയും നമുക്ക് ശരീരത്തിലെ ആരോഗ്യം നിലനിർത്താനും കാലുകൾക്ക് ബലക്കുറവിന്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും വെരിക്കോസ് വെയിന്റെ ബുദ്ധിമുട്ടുകൾ തടയാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വ്യത്യസ്ത രീതികളിലുള്ള നമുക്ക് വെരിക്കോസ് വെയിന് വേണ്ടിയിട്ടും കാലുകളിലെ ബലക്കുറവ് അനുഭവപ്പെടുന്നവർക്കും ഇല്ലെങ്കിൽ സയാറ്റിക കണ്ടീഷൻസോ നെർവ് കണ്ടീഷൻസോ ഡയബറ്റിക് ന്യൂറോപ്പത്തി കണ്ടീഷൻസിനും ഒക്കെ തന്നെ വളരെ ഗുണവത്തായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പലരും വെരിക്കോസ് വെയിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ചിലർക്ക് അൾസറിന്റെ പ്രശ്നങ്ങൾ വരാം, അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് രക്തം പൊട്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ഇങ്ങനെയുള്ളവരൊക്കെ ഇത് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റം വരുന്നു എന്നുള്ളതല്ല ഞാൻ അർത്ഥമാക്കുന്നത്. ഇത് നമ്മൾ തുടക്കത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ കുറച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണ്. പക്ഷേ അൾസറേറ്റീവ് കണ്ടീഷൻസിനൊക്കെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ എടുക്കണം എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനെ, ഫാമിലി മെമ്പേഴ്സിനെ, ഈ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നവർക്കൊക്കെ തന്നെ ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.